ഡോക്ടർ ബി ജയരാജ് ഇന്നലെ പറഞ്ഞത് തിരുത്തി പറയുകയാണ് അനിമോൻ എന്ന ബാർ ഉടമ. തൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു അത് ആവർത്തിക്കുന്നു, പക്ഷേ പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മലക്കം മറിച്ചിൽ ഒരു നാടകമാണെന്ന് തോന്നുകയോ ഇല്ലല്ലോ അല്ലേ? ഇതിനകത്ത് ഇന്നലെ വന്ന വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ്റെ ഭാഗത്തു നിന്നുള്ള ലീക്കൗട്ട് ആയിട്ടുള്ള അവരുടെ മെമ്പേഴ്സിന് അയച്ചേക്കുന്ന, അത് ഇടുക്കി ജില്ലയിലെ മെമ്പർമാർക്ക് അയച്ചേക്കുന്ന വാട്സപ്പ് സന്ദേശമാണ് ഇന്നലെ ചോർന്ന് കിട്ടിയത്. ആ ചോർന്ന് കിട്ടിയ ഉടനെ തന്നെ ശരിക്കും മദ്യനയം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ പോളിസി ഡിസ്കഷനെ കുറിച്ചാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ശുക്കൂർ അങ്ങനെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയലിസ്റ്റുകളെല്ലാം വിളിച്ചു വരുത്തി പ്രീ ബജറ്റ് ഡിസ്കഷൻസ് നടത്തിയ പാരമ്പര്യമുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും ചിദംബരത്തിൻ്റെയൊക്കെ പിൻതലമുറക്കാർക്ക് തീർച്ചയായും അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും അങ്ങനെ ഒരു പ്രീ പോളിസി ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോൾ തന്നെ അതേപടി ഈ അനിമോൻ എന്ന് പറഞ്ഞ കഥാപാത്രം മലക്കം പറഞ്ഞത്? അനിമോനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനു മുമ്പ് വേറെ കുറേ കാര്യങ്ങൾക്കൂടെ പറയാനുണ്ട്. സ്ഥിരമായി ടാക്സ് അടയ്ക്കാത്ത കുറേ ബാറുകളുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വിഷയത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന എം പി രാജേഷ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ അതിനു മുമ്പ് തന്നെ നേരത്തെ ഒരു നറേറ്റീവ് കൊണ്ടുവന്നു. ഏതാണ്? നിയമസഭ വളയൽ സമരം ഉണ്ടാക്കിയത്. അത് മനോരമയുടെ റിപ്പോർട്ടറിനെ കൊണ്ട് ട്യൂണ മത്സ്യം പുളയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് കത്തിത്തീർന്നു. അത് ഒത്തുതീർപ്പാണ്, ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നീർക്കുമിള കൊണ്ടുവന്ന് അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു ആരോപണങ്ങൾക്കും ഒരു ദിവസത്തിലധികം ആയുസില്ല. ഇപ്പൊ തന്നെ ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് ഇരുന്നപ്പോഴാണല്ലോ നിങ്ങളുടെ ചാനലിലൂടെയാണ് ഞാൻ പ്രതിപക്ഷത്തിന് വേണ്ടി ഈ ചർച്ച. അല്ലല്ല, ഇതൊരു കൃത്യമായ നറേറ്റീവാണ്. ആദ്യമേ നിയമസഭയുടെ സമരത്തിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ബാർക്കോഴ വിവാദത്തെക്കുറിച്ച് പറഞ്ഞു. കെ മാണി രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കോടതി വിധി ഉണ്ടായിരുന്നതാണ് സീസറിന്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്നുള്ള സ്വാഭാവികമായി ഉണ്ടായതാണ്. പ്രക്ഷോഭം നടത്തി അതങ്ങ് പറയൂ. അനിമോന്റെ മാറ്റിപ്പറച്ചിൽ എന്താണെന്നുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷണം. എന്റെ ഒരു സംശയം, ഇത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല എന്ന് പറയുന്നത് എന്താണ്? എങ്കിൽ പിന്നെ CBI അന്വേഷിക്കട്ടെ, അല്ലെ പിന്നെ നമുക്ക് ഡോക്ടർ ബി ജയരാജ്, ഇത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മെ സഹായിക്കില്ല എന്ന് പറയുന്നത് ഏത് കെട്ടിട നിർമ്മാണത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ്? നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വലിയ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കെട്ടിടം പെട്ടെന്ന് തകർന്നു വീഴുമെന്നാണോ? അവർ തിരുവനന്തപുരത്ത് സ്ഥലം മേടിക്കുകയും എനിക്കറിയില്ല, അത് അനിമോനോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ടാണ് അനിമോൻ ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത്? ഈ അനിമോന്റെ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ വലിയ കാര്യമാക്കി കൊണ്ടുവന്ന് ചർച്ച ചെയ്തു. അതിനുശേഷം അനിമോൻ ഇപ്പോൾ തിരിച്ച് മെസ്സേജ് കൊടുത്തിരിക്കുന്നു. ഈ അനിമോൻ ആരാണ്? അനിമോന്റെ വേറെബോട്ട്സ് എന്താണ്? ആകെപ്പാടെ നമുക്കറിയാവുന്ന അയാൾ ഒരു ബാർ മുതലാളിയാണ്. മറ്റേത് അങ്ങനെയല്ല. ബിജു രമേശ് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ടാണ് പറയുന്നത്. കെ മാണി സാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി ദിവസങ്ങളോളം എല്ലാ ചാനലുകളുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അയാളുടെ ഉറപ്പായിട്ട് ഞാൻ 1 കോടി രൂപ കൊടുത്തതാണെന്ന് അങ്ങേര് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ പോകുന്നതും കോടതി ഉത്തരവിടുന്നതും. ഇതിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ സരിതയുടെ വിവാദവും ലാസ്റ്റുണ്ടായ സ്വപ്ന സുരേഷിന്റെ വിവാദവും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം കുറേ നാളായിട്ട് ഇത്തരം വിവാദങ്ങൾ ഇത് കാവ്യനീതിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾ ചെയ്തു തന്നെയാണ് ഇവർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഇതിന് ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാനായിട്ട്, സ്വന്തമായിട്ടൊരു അഴിമതി ആരോപണം കൊണ്ടുവരാനും അത് തെളിയിക്കാനുമുള്ള കഴിവില്ലാത്ത ഇത്ര ഗതികെട്ട ഒരു പ്രതിപക്ഷത്തിനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സംസ്ഥാനത്തിലും ഞാൻ കണ്ടിട്ടില്ല.